ബീഹാറിൽ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റുകളുമായി ഭരണത്തിലെത്തിയ NDAക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അതായത് NDAയുടെ ഏതാണ്ട് 6 MLAമാർ അയോഗ്യരാകാൻ പോവുകയാണ്. പുതിയ നിയമ ഭേദഗതി പ്രകാരം 30 ദിവസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച നേതാക്കൾക്ക് MLA പോസ്റ്റിലൂടെ അല്ലെങ്കിൽ MP പോസ്റ്റിലോ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിയമം നടപ്പിലാക്കുമ്പോൾ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട 6 MLAമാരുടെ വിജയം റദ്ദാക്കേണ്ടി വരും. BJP തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുത്ത നിയമം അവർക്ക് തന്നെ പണിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാർ തന്നെ ഈ അടുത്ത് പാസ്സാക്കിക്കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവർ അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കുവാനും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ് എന്നുള്ളത്. ബീഹാറിലെ BJP MLAമാരിൽ 6 പേർ ക്രിമിനൽ കേസിൽ പ്രതികളാണ്. അതിൽ 2 പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ RJDയും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവരികയാണ്. BJPക്ക് ഇപ്പോൾ ഉള്ള 89 MLAമാരിൽ 6ഓളം പേർ ഇങ്ങനെ അയോഗ്യരാക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ 83 സീറ്റായി ഒതുങ്ങും BJP. അതുകൊണ്ടൊന്നും ഭരണമാറ്റം സംഭവിക്കില്ല. പക്ഷേ ഇതിലൂടെ വലിയൊരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അതായത് BJP ഇത്തരം ക്രിമിനലുകളെ തീറ്റിപ്പൂറ്റുകയാണ്. പ്രതിപക്ഷത്തുള്ള ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം നിയമം പ്രാവർത്തികമാക്കാൻ അമിത്ഷാ ശ്രമിച്ചത്. എന്നാൽ അത് അവർക്ക് തന്നെ വിനയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. BJP പരമാവധി നിതീഷിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാന പദവികളൊക്കെ BJP തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. JDUവിൽ അതിൽ അമർഷവുമുണ്ടെങ്കിലും മുഖ്യമന്ത്രി കസേര കിട്ടിയതുകൊണ്ട് നിതീഷിന് വലിയ പരാതിയില്ല. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇത് തൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കുമെന്നുള്ളത്. ഇനി താൻ വോട്ടഭ്യർത്ഥനയുമായി ജനങ്ങളിലേക്ക് വരില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നിതീഷ് കുമാർ പറഞ്ഞതാണ്. പ്രധാന പദവികൾ കിട്ടിയില്ലെങ്കിലും സാരമില്ല, മുഖ്യമന്ത്രി കസേര അത് മതി എന്നുള്ള ചിന്ത നിതീഷിൽ എത്താനും കാരണം ഇത്തരത്തിൽ അവസാന തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ്. ഇനി തൻ്റെ പാർട്ടി നശിച്ചു പോയാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു ചിന്തയാണ് നിതീഷിന് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഈ 6 MLAമാരുടെ കാര്യത്തിൽ എന്താവും തീരുമാനം എന്നതാണ് അറിയേണ്ടത്. EVM കള്ളക്കളി തുറന്നു കാണിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ബീഹാറിലേത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വലിയ സഹായം BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിനുണ്ട്. ഈ 6 MLAമാരുടെ കാര്യത്തിൽ പോലും കണ്ണടക്കുന്ന ഒരു സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചത് എന്നതാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ജസ്റ്റിസ് BR ഗവായ് നിലവിൽ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഏത് രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നതാണ്. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 6 പേരെ അയോഗ്യരാക്കിയാൽ ഉറപ്പായും അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. ഭരണമാറ്റം സംഭവിക്കില്ല എങ്കിൽ പോലും വലിയ തിരിച്ചടിക്ക് അല്പം ആശ്വാസം തന്നെയാകും ഇവിടുത്തെ വിജയം പ്രതിപക്ഷത്തിനുണ്ടാവുക. അതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലും.